സിനിമാ ലൊക്കേഷനിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ പോലീസ് എക്സൈസ് സംഘം പരിശോധന കർശനമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രം. ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണവും മിന്നൽ പരിശോധനയും നടത്തുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസിലും പോലീസ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്. സിനിമാ സെറ്റിലെ നിരോധിത ലഹരി ഉപയോഗം തടയാനുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികൾ പ്രഹസനമാകുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കൊച്ചി സിറ്റി പോലീസ് സിനിമാ സെറ്റിലെ സാങ്കേതിക പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ 3 വർഷം മുമ്പ് നടപടി ആരംഭിച്ചിരുന്നു. അപരിചിതരുടെ പ്രവേശനം തടയാനും ലഹരി വ്യാപനം നിയന്ത്രിക്കാനുമായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ നടപടി എങ്ങും എത്തിയിട്ടില്ല. ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ നിരീക്ഷണത്തിനായി ഷാഡോ പോലീസിനെ നിയോഗിക്കുമെന്ന് പറഞ്ഞതും നടപ്പായില്ല. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസിന്റെ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടി എന്നതാണ് ഇപ്പോൾ പോലീസ് നിലപാട്. എന്നാൽ ഫലം നെഗറ്റീവായാൽ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലാകും. ചലച്ചിത്ര ചർച്ചകൾ എന്ന പേരിൽ നഗരത്തിലെ ഫ്ളാറ്റുകളിൽ രാത്രി സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റുകളിലെത്തുന്ന വിദേശികളെ കുറിച്ചുള്ള വിവരങ്ങൾ അസോസിയേഷനുകൾ ശേഖരിക്കാനും CCTV സ്ഥാപിച്ച് സന്ദർശകരുടെ രജിസ്ട്രേഷൻ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ സിനിമാ മേഖലയിലെ ലഹരി തടയാൻ കൂടുതൽ ഊർജിതമായ പ്രവർത്തനമാണ് പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ചില നായക നടന്മാരെ സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കവും സർക്കാരിൽ നിന്നുള്ള ഇടപെടലും അന്വേഷണത്തെ പിന്നോട്ടടിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.